റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ശരിക്കും പഠിച്ചിട്ട് തേർഡ് പാർട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് മുൻപത്തെ പാർട്സിൽ നമ്മൾ പഠിച്ച ഒരു റൂൾ ആയിരുന്നു, എക്സ്പൊണൻസ് റൂൾ എന്ന് പറയും. എക്സ് ടു ദ പവർ എം ടൈംസ് എക്സ് ടു ദ പവർ എൻ. അതായത് രണ്ട് എക്സ്പൊണൻഷ്യൽ ഫോംസ് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബോത്ത് ആർ ഹാവിംഗ് ദ സെയിം ബേസ്, രണ്ടുപേർക്കും ഒരേ ബേസ് വരണം. ഇപ്പൊ 2 to the power 6 into 2 to the power 5 എന്നുള്ള പോലെയാണ്. ബേസ് രണ്ടുപേർക്കും സെയിം ആയിരിക്കണം, പക്ഷെ എക്സ്പൊണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എക്സ് ടു ദ പവർ എം പ്ലസ് എൻ എന്നായിരുന്നു. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ 2 to the power 6 plus 5 അതായത് 11, 2 to the power 11 എന്ന് എഴുതാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന പുതിയൊരു റൂള് എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ എന്ന് പറയുന്നത് എക്സ് ടു ദ പവർ എം മൈനസ് എൻ ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 2 to the power 10 ഡിവൈഡഡ് ബൈ 2 to the power 7 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ രണ്ടുപേർക്കും സെയിം ബേസ് ആണ്, ഡിവിഷൻ ആണ് ഇവരുടെ ഓപ്പറേഷന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ, ആൻഡ് എക്സ്പൊണൻസ് അല്ലെങ്കിൽ പവേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാണ്. 10 മൈനസ് 7, അപ്പൊ 2⁻³ എന്ന് വരും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 5 to the power 8 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. ഇവിടെയും രണ്ടുപേർക്കും സെയിം ബേസ് ഉണ്ടല്ലേ, 5 ആണ് ബേസ്, ഡിവിഷൻ ആണ് ഇടയിലുള്ള ഓപ്പറേഷൻ. അപ്പൊ 8ഉം 2 ആണ് പവേഴ്സ്, അവരെ സബ്ട്രാക്ട് ചെയ്യുക. 8 മൈനസ് 2 അതായത് 5�6 എന്ന് വരും. അപ്പൊ ഇതാണ് ഈ ഒരു റൂള്. ഈ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ക്വോഷ്യൻസ്. അതായത് 512 ഡിവൈഡഡ് ബൈ 64. സാധാരണഗതിയിൽ ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 512 ഡിവൈഡഡ് ബൈ 64 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നത് പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 512 എന്നുള്ളത് 2 ടൈംസ് 2 4 ആകും. പിന്നെ ബാക്കി 1 ഉണ്ട് 11, 11ൽ 5 ടൈംസ് 2 10 ആയി. ബാക്കി 1 ഉണ്ട് 12, 12ൽ 6 ടൈംസ്. പിന്നെ ഇവിടെ 32. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇവര് ലൈക്ക് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എക്സ്പൊണൻസ് വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പം യൂസിങ് എക്സ്പൊണൻസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാമേ. 512നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ചെയ്ത പോലെ തന്നെ 2 ടൈംസ് 2 4 വന്നു. ബാക്കി 1 ഉണ്ട് 11, 11ൽ 5 ടൈംസ്. പിന്നെയും ബാക്കി 1 ഉണ്ട്. അപ്പൊ 12ൽ 6 ടൈംസ്. വീണ്ടും ഇത് ഈവൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 128 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ. വീണ്ടും 2 അപ്പൊ 64, വീണ്ടും 2 അപ്പൊ 32, വീണ്ടും 2 അപ്പൊ 16. 2വിന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് മുഴുവനും. അങ്ങനെ 8 വന്നു, 4 വന്നു, 2. ഓക്കെ, കണ്ടിന്യൂസ്ലി 2 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നു. ഇത് 1 2 3 4 5 6 7 8 9 2s കിടപ്പുണ്ട്. അതായത് 2 to the power 9 ആണ് 512 എന്ന് നമുക്ക് മനസ്സിലായി. കണ്ടിന്യൂസ് എല്ലാ 2 താഴെയുള്ള 2ഉം കൂടി നമ്മൾ കൗണ്ട് ചെയ്തെടുത്തു. 9 ഉണ്ട് കേട്ടോ. ഇനി ഡിനോമിനേറ്ററിലുള്ളയാൾ 64. 64നെ ആക്ച്വലി നമ്മളിപ്പോ ചെയ്ത വഴിക്ക് 64 വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. വന്നിട്ടുണ്ട് കേട്ടോ, ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വരുന്നേ. 64 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലോട്ടുള്ളത് അങ്ങ് മായ്ച്ചു കളഞ്ഞാൽ പോരെ, അതെ, നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചാലും മതി. ആക്ച്വലി 64നകത്ത് എത്ര 2 ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ഇത് 2 to the power 6 ആണ് 64 അല്ലെ. ഓക്കെ, ഇവിടെ നമുക്ക് ഡിവിഷൻ ആണ് ഓപ്പറേഷൻ, ആൻഡ് ബോത്ത് ആർ ഹാവിംഗ് ദ സെയിം ബേസ്. അപ്പം എക്സ്പോണൻസ് പവേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 2 to the power 9 മൈനസ് 6, 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 2 to the power 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് 2 to the power 3 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ഈസി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. 2 into 2 4, 4 into 2 8. അപ്പൊ ആൻസർ 8 ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്യാം. അടുത്തത് വന്നേക്കുന്നത് 3125 ഡിവൈഡഡ് ബൈ 125. സോ നമ്മളത് എഴുതുമ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതിയേക്കാം. 125 മുകളിലും താഴെ 125ഉം. അപ്പൊ എക്സ്പൊണൻസ് വെച്ച് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 3125 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ അല്ലെ. പ്രൈം നമ്പേഴ്സ് 2 3 5 7 പിന്നെ 11 13 ഇവരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴേ. അപ്പൊ ഇവിടെ 5ൽ എൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് ഇത് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6 ടൈംസ് 5 30 വരും. ബാക്കി 1 ഇവിടെ ഉണ്ട്. അപ്പൊ 12ൽ 2 ടൈംസ്, ബാക്കി 2 ഉണ്ട്. 25ൽ 5 ടൈംസ്. അഗൈൻ വി ക്യാൻ ഡിവൈഡ് ബൈ 5. അപ്പൊ ഇവിടെ 1 ടൈം 5 വന്നു. ബാക്കി 1 ഉണ്ട്. 12, 2 ടൈംസ് 5 10, ബാക്കി 2 ഉണ്ട്. 25, 5 ടൈംസ്
525. Again 5 എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 times 5 10 വന്നു. ബാക്കി 25 5 times. വീണ്ടും ഇത് 5ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ, 5 into 5. അപ്പൊ എത്ര 5 ഉണ്ട്? 1 2 3 4 5. അതായത് 3125 എന്ന് പറയുന്നത് 5 to the power 5 ആണ്. 5 പ്രാവശ്യം ഇവിടെ 5 ഇരിപ്പുണ്ട്. ഇനി 125 ഈ പോകുന്ന വഴിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? 125 ദേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ മുകളിലത്തെ എല്ലാം അങ്ങ് മറന്നേക്കാം. 125നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 ടൈംസ് ആണ് 5 വന്നത് അല്ലെ? 1 2 3. അപ്പൊ 5 to the power 3. ഇനി ഇവിടെ ഡിവിഷൻ ആണ് ഓപ്പറേഷൻ. അപ്പൊ എക്സ്പോണൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 5 minus 3 എന്ന് വരും അല്ലെ? അതായത് 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 into 5 എന്നല്ലേ മീനിങ്? 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം 5 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 into 5 25 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് 343 by 27 എന്നാണ്. അപ്പൊ 343 എന്നുള്ള നമ്പർ ഉണ്ട്. നമുക്ക് 24 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം അല്ലെ? 3യും 3യുടെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഡിവിസിബിലിറ്റി റൂള് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി 2 plus 4 6 6 plus 3 9. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 times 3 24 and 1 times 3 3. ഇനി വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 times 3 6 ആൻഡ് ഇവിടെ 2 ബാക്കിയുണ്ട്. 21ൽ 7 ടൈംസ്. ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. 9 times 3 ആണ് 27. അഗൈൻ 3 3. അപ്പൊ 1 2 3 4 5. അപ്പൊ ഇത് 3 to the power 5 ആണ്. 243 എന്ന് കിട്ടി. ഇനി ഈ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ 27 പെട്ടിട്ടുണ്ടായിരുന്നു. അതേ ഇരിക്കുന്നു 27. 27നകത്ത് 1 2 3 ടൈംസ് ഉണ്ട്. അതായത് 3 to the power 3. ഇപ്പൊ രണ്ടുപേരുടെയും ബേസ് സെയിം ആണ്. ഡിവിഷൻ ആണ്. ഡിവിഷൻ മീൻസ് എക്സ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യണം. 5 minus 3 2. 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into 3 9. സോ ആൻസർ 9 ആണ് വരുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് 1125 ഡിവൈഡഡ് ബൈ 45 എന്നാണ്. അപ്പൊ നമുക്കത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതാം. 1125 ഡിവൈഡഡ് ബൈ 45. ഇനി 1125നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ആദ്യം നമുക്ക് 5 എടുക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11ൽ 2 ടൈംസ്, ബാക്കി 1 ഉണ്ട്. 2 times 5 10 ആവുന്നുള്ളൂ. ബാക്കി ഇവിടെ 1 ഉണ്ട്. 12. 12ൽ 2 ടൈംസ് 10 വന്നു. ബാക്കി 25. 25ൽ 5 ടൈംസ്. ഇനി വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 times 5 20 വരും. ആൻഡ് 25ൽ 5 ടൈംസ്. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 ടൈംസ് അല്ലെ? 9 times 5 ആണ് 45. ഇനി 3 times 3 ആണ് 9. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. ഇതിനകത്ത് 5 1 2 3 3 times 5 ഉണ്ട്. അതായത് 5 ക്യൂബ്. പിന്നെയോ 3 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 3 to the power 2. ഇതാണ് 1125 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസ്ഡ് ഫോം. ഇനി 45 ഈ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ആ 45 മാത്രം ആലോചിക്കാം. 45 മാത്രം. 45ന്റെ അകത്ത് ആരൊക്കെയുണ്ട്? 5 ഒരു പ്രാവശ്യം ഉണ്ട്. അപ്പൊ 5 ഒരു പ്രാവശ്യം എന്നുള്ളത് 5 to the power 1 എന്ന് എഴുതാം. 3 2 പ്രാവശ്യം. അപ്പൊ 3 to the power 2 എന്ന് എഴുതാം. ഇപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? നമ്മള് ഫ്രാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതുണ്ടോ? ഇവിടെ 3 സ്ക്വയർ, ഇവിടെയും 3 സ്ക്വയർ കട്ടായി പോവുമല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞത് ആരാ? 5 ക്യൂബ് ബൈ 5 to the power 1. ഇവിടെ ബേസ് സെയിം ആയിട്ടുണ്ട്. ആൻഡ് സോ എക്സ്പോണൻസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 3 minus 1 2. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 5 25. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഹാഫ് ഓഫ് 2 to the power 10 ആസ് എ പവർ ഓഫ് 2. ഹാഫ് ഓഫ് എന്ന് പറയുമ്പോൾ 1/2 ഓഫ് അല്ലെ? ഹാഫ് ഓഫ് 2 to the power 10. നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓഫ് എന്ന് പറയുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഹാഫ് ഓഫ് 2 to the power 10. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 1 into 2 to the power 10 ആണ് ന്യൂമറേറ്ററിൽ. അത് 2 to the power 10 തന്നെ ആയിട്ടിരിക്കും. ഡിനോമിനേറ്ററിൽ ഒരു 2 എന്നുള്ളത് 2 to the power 1 എന്നും എഴുതാം. ഇപ്പൊ ഇവിടെ ഡിവിഷൻ ആണ് ഓപ്പറേഷൻ അല്ലെ? x to the power m by x to the power n എന്ന് പറയുമ്പോൾ x to the power m minus n എന്നുള്ള റൂള്. അപ്പൊ സെയിം ബേസ് ആണ്. അപ്പൊ 2 തന്നെ എഴുതി. ഇനി 10 minus 1 9. അപ്പൊ ഇതാണ് 2 to the power 9 ആണ്. ഹാഫ് ഓഫ് 2 to the power 10 ആസ് എ പവർ ഓഫ് 2 എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ? പവർ ഓഫ് 2 ആണ് ഇവിടുത്തെ ബേസ്. പവർ ആയിട്ട് വന്നത് 9. റൈറ്റ് 1/3 ഓഫ് 3 to the power 12 ആസ് എ പവർ ഓഫ് 3. അപ്പൊ 1/3 എന്ന് പറയുമ്പോൾ 1/3 എന്നാണ്. 1/3 ഓഫ് 3 to the power 12. ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/3 ഓഫ് 3 to the power 12. ഇവിടെ ന്യൂമറേറ്ററിൽ 3 to the power 12 എന്ന് വെറുതെ പറയുമ്പോൾ അവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്. നമ്മളത് എഴുതുന്നില്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ 1 into 3 to the power 12 which is 1. 3 to the power 12. ആൻഡ് ഇവിടെ ഡിനോമിനേറ്ററിൽ 3 into 1 3 ആണ്. 3 എന്ന് വെറുതെ എഴുതുന്നതിന് പകരം അവിടെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ 3 to the power 1 എന്ന് എഴുതാം.
അപ്പൊ ഇവിടെ സെയിം ബേസ് ആണ്, സെയിം റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ബേസ് എഴുതി എക്സ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യണം. 12 മൈനസ് 1 11. അപ്പൊ 3 to the power 11 ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം. സിംപ്ലിഫൈ ദ ഫ്രാക്ഷൻസ് ബിലോ എന്ന് പറഞ്ഞ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്. സാധാരണ പോലെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ ഡിവൈഡ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട്, ഈ ചാപ്റ്ററിൽ എക്സ്പോണൻസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പൊ എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് 27 ഡിവൈഡ് ബൈ 243 എന്നാ. അതിന് വലിയ നമ്പർ 243 അല്ലേ, നമുക്ക് 243 ആദ്യം ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലെ, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 times 3 24 and 1 times 3 3. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 times 3 6, ബാക്കി 2 ഉണ്ട്. 21 7 times 3 and then 3 times 9 ആണ് 27, then again 3. അപ്പൊ 3 എത്ര പ്രാവശ്യം വന്നു? 5 times ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് 27 എന്നുള്ളതിനെ 3 to the power 5 എന്ന് എഴുതാൻ പറ്റും. സോറി നോട്ട് 27, സോറി, ആക്ച്വലി 243 ആയിരുന്നല്ലോ നമ്മൾ ഫാക്ടറൈസ് ചെയ്തത്. അപ്പൊ 3 to the power 5 ഡിനോമിനേറ്ററിലാണ് കേട്ടോ. ആൻഡ് ഈ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ 27 വന്നിട്ടുണ്ട്. കണ്ടോ 27 ഇരിക്കുന്നത്. 27നകത്ത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 എന്ന് നോക്കിക്കേ, 3 പ്രാവശ്യം അല്ലെ, 3 times. അപ്പൊ 3 to the power 3. ഇവിടെ ഡിനോമിനേറ്റർ ആണ് വലുത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. x to the power m by x to the power n എന്നുള്ളത് 1 by x to the power n minus 1 m എന്നും വേണമെങ്കിൽ എഴുതാം. അതായത് മൾട്ടിപ്ലൈ ഡിവിഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു സബ്ട്രാക്ട് ദ പവേഴ്സ്. എക്സ്പോണൻസിനെ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ താഴെയാണ് വലിയ നമ്പർ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുകളിലുള്ള ആളെ 1 എന്നാക്കിയിട്ട് ഈ 3 to the power 3 എന്നുള്ള 3 നമുക്ക് താഴെ കൊണ്ടുവന്ന് വെച്ച് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 5 minus 3, അപ്പൊ 1 by 5 minus 3 എത്രയാ? 2. 1 by 3 square. 3 square എന്ന് പറഞ്ഞാൽ 3 into 3, ഇതല്ലേ 3 square. 3 into 3 എന്ന് പറഞ്ഞാൽ 9. അപ്പൊ ഇവിടെ ആൻസർ 1 by 9 ആണ് വരുന്നത്. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് നമുക്ക് ബാക്കിയുള്ളതൊന്ന് നോക്കാം. ഇവിടെ വലിയ നമ്പർ ആദ്യം എടുക്കാം. 3 1 2 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 6 times, then 2 times, then 5 times. again 5 കൊണ്ട് ഡിവിസിബിൾ ആണ് 125. again 5 എടുത്തു 25. again 5. സോ ആക്ച്വലി 5 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ചോദിക്കുക. 1 2 3 4 5. അപ്പൊ 5 to the power 5 ആണ് ഡിനോമിനേറ്ററിൽ. ഈ 125 നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടിയിട്ടുണ്ട്, ദേ ഇരിക്കുന്നു. 125നകത്ത് എത്ര 5 ഉണ്ട്? 3 times അല്ലെ. അപ്പൊ 5 to the power 3. ഇവിടെയും ഡിനോമിനേറ്റർ ഉള്ള ആളാണ് വലുത്. അതുകൊണ്ട് ഞാൻ താഴോട്ട് കൊണ്ടുവരുവാണ് മുകളിലുള്ള നമ്പറിനെ. അപ്പൊ 5 to the power 5 minus 3. അപ്പൊ 1 by 5 square എന്ന് വരും അല്ലെ. 5 minus 3 ചെയ്യുമ്പോഴത്തേക്കും 2. അപ്പൊ 5 square എന്ന് പറഞ്ഞാൽ 5 into 5, അതാണ് 5 square. 5 into 5 25. അപ്പൊ 1 by 25 ആണ് ആൻസർ വന്നത്. അടുത്തതില് 48ഉം 64ഉം ആണ്. നമുക്ക് വലുത് 64 ആ. 64നെ ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 32. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 16. 2 8, then 2 4, then 2 അല്ലേ. എളുപ്പമല്ലേ? എത്ര 2 വന്നിട്ടുണ്ട്? 1 2 3 4 5 6. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 to the 6 ആണേ. അപ്പൊ പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഈ 48 പോകുന്ന വഴിക്ക് കിട്ടിയിട്ടില്ല അല്ലേ. സാരില്ല, നമുക്ക് 48ന് ഇവിടെ പോയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ഹാഫ് എടുക്കുവാണ്, ഈസി അല്ലേ. 24. വീണ്ടും 2 എടുത്തു 12. വീണ്ടും 2 എടുത്തു 6. വീണ്ടും 2 എടുത്തു 3. ഓക്കെ. അപ്പൊ 24നകത്ത് 2 എത്ര പ്രാവശ്യം വന്നു? 1 2 3 4. അപ്പൊ 2 to the power 4 ഉണ്ട്. പിന്നെയോ ഇവിടെ ഒരു 3യും കൂടി ഉണ്ട്. അപ്പൊ into 3 എന്ന് എഴുതി കേട്ടോ. ഓക്കെ. ഇപ്പൊ 3 എന്ന് പറയുന്ന ആള് ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ കാണാനില്ല. സാരില്ല, ഡിനോമിനേറ്ററിൽ വേണ്ട. ആ 3 അവിടെ ഇരുന്നോട്ടെ ന്യൂമറേറ്ററിൽ. പക്ഷേ 2 to the power 4 ഇവിടെയുണ്ട്, 2 to the power 6 താഴെയുണ്ട്. അപ്പൊ 2 to the 6 ആണല്ലോ വലുത് അല്ലെ. 6 ആ വലുത്. അപ്പൊ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുപോവാണ്. 2 to the power 6 minus 4 എന്നാക്കാം. ഡിവിഷൻ എന്ന് പറയുമ്പോൾ എക്സ്പോണൻസ് സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 3 by 6 minus 4 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2 to the 2 and 2 to the 2. 2 to the power 2 എന്ന് പറയുമ്പോൾ 2 into 2 എന്നാണ്. അപ്പൊ അത് 4. അപ്പൊ ഡിനോമിനേറ്റർ 4 ആയി. 3 by 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ 81 ആണ് ഇരിക്കുന്നത് അല്ലെ. 81. അപ്പൊ അതാണല്ലോ വലിയ നമ്പർ. നമുക്ക് ആദ്യം 81നെ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവിസിബിൾ ആണ് 27 എന്ന് വരും. again 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 times 3 27 and again 3. അപ്പൊ ഡിനോമിനേറ്ററിൽ 3 ആണ് മാത്രമേ ഉള്ളൂ. 3 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 1 2 3 4. അപ്പൊ 3 to the power 4 എന്ന് എഴുതി.
അപ്പൊ ഈ 54 ഇപ്പൊ കാണാനില്ലല്ലേ, ഈ പോകുന്ന വഴിക്കൊന്നും 54 വന്നിട്ടില്ല. അപ്പൊ നമുക്ക് സാരില്ല, 54നെ സെപ്പറേറ്റ് നോക്കാം. 54നെ ആക്ച്വലി ദിസ് ഇസ് എൻ ഈവൻ നമ്പർ, അപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 27 വരും. ആൻഡ് 27 കുറച്ച് മുമ്പ് ചെയ്തായിരുന്നു, 3 ടൈംസ് ആൻഡ് ദെൻ അഗൈൻ 3. സോ 54 എന്ന് പറയുന്നതിനകത്ത് ഒരു 2 വെറുതെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. പിന്നെ 3യോ 1 2 3, അപ്പൊ 3 to the 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ന്യൂമറേറ്ററിലെ 2ന് വേറെ ആരും കൂട്ടുമില്ല, സബ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ ഇരുന്നോട്ടെ, 2 ഇരുന്നോട്ടെ. ഈ 3 to the 4 ആണല്ലോ വലുത്, അതുകൊണ്ട് ഞാൻ മുകളിലുള്ള ആളെ താഴോട്ട് കൊണ്ടുവരുവാണ്. 4 minus 3 എന്ന് വന്നു. 4 minus 3 which is 1. അപ്പൊ 2/3 to the power 1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഒറ്റ പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 3 തന്നെ. അപ്പൊ 2/3 ആണ് ആൻസർ ആയിട്ട് വന്നത്. കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ ചെയ്യാം കേട്ടോ. താങ്ക് യു.